ചോദ്യോത്തരരത്നമാലികയിൽ 35-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. എന്താണ് മനുഷ്യരാൽ എപ്പോഴും സ്മരിക്കപ്പെടേണ്ടതെന്ന് ചോദിച്ചു. മറുപടി ഹരിയുടെ നാമമാണ്, അല്ലാതെ യവനരുടെ ഭാഷയല്ല പറഞ്ഞു. തുടർന്ന് കോഹിനവാച്യസുധിയ പരദോഷശ്ചാനൃതം തദ്വത്. കോഹി ന വാച്യ സുധിയ. സുധിയ, സുധിയാൽ. സുധി എന്ന് പറഞ്ഞാൽ ശോഭനമായ നല്ല ബുദ്ധിയുള്ള ആൾ, നല്ല ബുദ്ധിയോടൊത്ത ആൾ, വിവരമുള്ള ആൾ, വിവരവുമുള്ള ആൾ, അറിവുള്ള ആൾ. അയാളാൽ എന്താണ് പറയപ്പെടരുതാത്തത്? അയാൾ എന്തിനെ പറയാൻ പാടില്ല? അയാളാൽ പറയപ്പെടരുതാത്തത് എന്ത്? ഇതാണ് ചോദ്യം. മറുപടി പരദോഷശ്ച അനൃതം ച തദ്വത്. പരദോഷ, പരന്മാരെക്കുറിച്ചുള്ള ദോഷം, പരദൂഷണം. ഒരിക്കലും വിവേകശാലികളാൽ പരദൂഷണം പറയപ്പെടരുത്. പരന്മാരുടെ ദോഷത്തെക്കുറിച്ച് പറയരുത്. എല്ലാവരിലും ഗുണദോഷങ്ങളുണ്ടാവും. ഏത് മനുഷ്യനിലായാലും ഗുണാംശവും ദോഷാംശവും ഉണ്ടാവും. നമ്മൾ നമ്മുടെ ദോഷാംശത്തെ കാണാതെ, നമ്മുടെ ദോഷങ്ങളെക്കുറിച്ച് വിലയിരുത്താതെയാണ് മറ്റുള്ളവരുടെ ദോഷം ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരിൽ എന്ത് ദോഷമാണോ ആരോപിക്കുന്നത് അഥവാ കാണുന്നത്, പറയുന്നത്, അതിലേറെ ദോഷം നമ്മളിലുണ്ടാവും. പക്ഷെ നമ്മളിത് കാണില്ല, അതിനെക്കുറിച്ച് പറയില്ല. മറ്റുള്ളവരുടെ ദോഷം പറയും. അത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖം. അത് മനുഷ്യനെ ധാർമ്മികമായി, സാംസ്കാരികമായി അങ്ങേയറ്റം അധപ്പതിപ്പിക്കുന്നതാണ്. ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ ദോഷം പറയരുത്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പലരും പരദൂഷണങ്ങൾ പറഞ്ഞിരിക്കുമ്പോൾ, എന്തിനാ നിങ്ങളിങ്ങനെ പരദൂഷണം പറയണത്, പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഞാൻ പറഞ്ഞതൊക്കെ ഉള്ളതാ, സത്യമാണെന്ന് പറയും. സത്യമാവട്ടെ, ഉള്ളതാവട്ടെ, ഉള്ളതെല്ലാം നമ്മൾ പറയേണ്ടതില്ല. ഒരിക്കലും മറ്റൊരാളെക്കുറിച്ച് ദോഷം പറഞ്ഞ് അതിലഭിരമിക്കുന്ന ഒരു മനോഭാവം വളർത്തരുത്. അത് സമ്പൂർണ്ണമായി നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കും. അതുകൊണ്ടാണ് പരദോഷ. പിന്നെ അനൃതം ച തദ്വത്, അതുപോലെ അനൃതവും. അനൃതം നുണ, അസത്യം. ഒരു കാരണവശാലും അസത്യം പറയരുത്. ഒരു കാരണവശാലും അസത്യം പറയരുത്. ഇപ്പോൾ സത്യമാണെന്നുള്ളത് കൊണ്ട് എല്ലാം പറയരുത്. ഒരു സന്ദർഭത്തിൽ പറയേണ്ടതാണോ, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിരൂപണം ചെയ്തിട്ട് മാത്രമേ നമ്മൾ സത്യം പറയേണ്ടതുള്ളൂ. എല്ലാ സത്യവും എല്ലായിടത്തും ആരും വിളിച്ചു പറയരുത്. എന്നാൽ ഒരു കാരണവശാലും അസത്യം പറയരുത്. അസത്യം പറയില്ല എന്നുള്ള നിഷ്ഠ നമ്മുടെ ജീവിത നിഷ്ഠയാവണം. അതാണ് പറയുന്നത്. അപ്പോൾ വിവേകശാലികൾ എന്ത് പറയരുത്? പരദൂഷണവും അതുപോലെ അസത്യവും പറയരുത്. ഇതാണ് ചോദ്യോത്തരങ്ങൾ. തുടർന്ന് പറയുകയാണ്, കിം സമ്പാദ്യം മനുജൈഃ വിദ്യാവിത്തം ബലം യശഃ പുണ്യം കഃ സർവഗുണവിനാശീ ലോഭഃ ശത്രുശ്ച കഃ കാമഃ. ഈ ശ്ലോകത്തിൽ 3 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അതായത് 85-ാമത്തെ ചോദ്യം, കിം സമ്പാദ്യം മനുജൈഃ. മനുജൈഃ, മനുഷ്യന്മാരാൽ. കിം സമ്പാദ്യം, എന്ത് സമ്പാദിക്കപ്പെടണം? അപ്പം മനുഷ്യന്മാരാൽ എന്താണ് സമ്പാദിക്കപ്പെടേണ്ടത്? മനുഷ്യന്മാരെന്ത് സമ്പാദിക്കണം? ഇതാണ് ചോദ്യം. മറുപടി വിദ്യ, വിത്തം, ബലം, യശഃ, പുണ്യം. 5 സമ്പത്തുകൾ വേണം. ഇപ്പം സമ്പാദിക്കപ്പെടേണ്ടതാണ് സമ്പത്ത്. ഇനി സമ്പാദിക്കപ്പെടേണ്ടത് സമ്പത്തെന്ന് പറയുമ്പോൾ സമ്പത്തൊക്കെയും നിലനിർത്തപ്പെടേണ്ടതുമാണ്. സമ്പാദിച്ചതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. സമ്പാദിച്ചതിനെ നിലനിർത്തണം അഥവാ പരിരക്ഷിക്കണം. നിലനിർത്താൻ പരിശ്രമിക്കാത്ത വിധം പ്രവർത്തിച്ചാൽ, ജീവിച്ചാൽ തീർച്ചയായിട്ടും അവ നഷ്ടപ്പെട്ടു പോകും.
ഇന്നലെ എനിക്ക് സമ്പാദ്യമുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് പ്രയോജനമില്ല. അപ്പോൾ സമ്പാദിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. അതാണ് സമ്പത്ത്. അപ്പോൾ ഏതൊക്കെയാണ് സമ്പത്ത്? എന്താണ് മനുഷ്യനാൽ സമ്പാദിക്കപ്പെടേണ്ടത്? വിദ്യ. ആദ്യം തന്നെ പറയുന്നത് വിദ്യയാണ്, അറിവ്. മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് അറിവാണ്. ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ മറ്റെല്ലാ സമ്പാദ്യവും അയാൾക്ക് നേടാൻ കഴിയും. ഒരാൾക്ക് അറിവില്ലെങ്കിൽ മറ്റേതൊരു സമ്പാദ്യം കൈവശമുണ്ടെങ്കിലും അതെല്ലാം നഷ്ടമാകും. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അറിവാണ്. മനുഷ്യനെ കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടനാക്കുന്നത് അറിവാണ്. എല്ലാ പ്രകാശങ്ങളിലും എല്ലാ സമ്പത്തുക്കളിലും വെച്ച് ഏറ്റവും വലിയ സമ്പത്ത്, സർവ്വധനങ്ങളിലും വെച്ച് പ്രധാനമായ ധനം, ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, വിദ്യയാണ്. അതുകൊണ്ട് മനുഷ്യരാൽ എന്ത് സമ്പാദിക്കപ്പെടണം എന്നുള്ള ചോദ്യത്തിന് ആദ്യം പറയുന്നത് വിദ്യയാണ്. അതുപോലെ നമുക്കെല്ലാം വിത്തം വേണം, ധനം വേണം. ഈ ലോകത്തിൽ വ്യവഹാരസിദ്ധിക്ക് ധനം അനിവാര്യമാണ്. വ്യവഹാരസിദ്ധിക്ക് ഉതകാത്ത ധനം അർത്ഥശൂന്യമാണ്. അതുകൊണ്ടൊരർത്ഥമില്ല, ഒരു പ്രയോജനവുമില്ല. എങ്കിലും വ്യവഹാരസിദ്ധിക്ക് വേണ്ടി ധനം അനിവാര്യമാണ്. ധനമില്ലാതെ വ്യവഹാരസിദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് ധനം, രണ്ടാമത് പറഞ്ഞു, വിദ്യ, വിത്തം, ബലം. നമ്മൾ ബലശാലികളാവണം. ബലമെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ ബലം, ഇന്ദ്രിയങ്ങളുടെ ബലം, മനസ്സിൻ്റെ ബലം, ബുദ്ധിയുടെ ബലം, ഇങ്ങനെ എല്ലാ ഉപാധികളിലും നമുക്ക് ബലം വേണം. ബലഹീനന് ഒന്നും നേടാൻ കഴിയില്ല. ഉപനിഷത്ത് പറയുന്നത് ആത്മജ്ഞാനം പോലും ബലഹീനന് ലഭിക്കില്ല എന്നാണ്. നയമാത്മാ ബലഹീനേന ലഭ്യ. അപ്പം ബലം അനിവാര്യമാണ്. അതുപോലെ തന്നെ യശഃ പുണ്യം. യശസ്സെന്ന് പറഞ്ഞാൽ സത്കീർത്തിയാണ്. കീർത്തി രണ്ട് പ്രകാരത്തിലാകാം, പ്രസിദ്ധി രണ്ട് പ്രകാരത്തിലാകാം, ദുഷ്കീർത്തിയും സത്കീർത്തിയും. അതിൽ സത്കീർത്തിക്ക് മാത്രമേ, സത്പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുള്ള കീർത്തിക്ക് മാത്രമേ യശസ്സെന്ന് പറയുള്ളൂ. അതുപോലെ പുണ്യം, അന്ധകരണത്തിൻ്റെ ശുദ്ധത, അതിലൂടെ സുഖപ്രാപ്തിക്ക് കാരണമാകുന്ന സദ്ഗുണങ്ങളുടെ മൊത്തം പേരാണ് പുണ്യം എന്നുള്ളത്. ഇതാണ് മനുഷ്യരാൽ സമ്പാദിക്കപ്പെടേണ്ടത്. വിദ്യ, വിത്തം, ബലം, യശഃ, പുണ്യം. ഇവയെ നമ്മൾ സമ്പാദിക്കേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.